ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല അടിപൊളി ഒരു ഐറ്റം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വേറൊന്നുമല്ല, വലുത് നോക്കിയ ഒരു 3 കിളിമി. ഇത് പടയപ്പ കിളി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ചിലടത്ത് റോമിയോ കിളി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പടയപ്പ കിളി എന്ന് പറഞ്ഞു. ഈ 3 കൊണ്ട് നല്ല അടിപൊളിയായ ഒരു കറി വെക്കാം. അല്ല, ഇപ്പം മീനൊക്കെ വില കൂടുതലുള്ള സമയം നമുക്കറിയാമല്ലോ. ട്രോളിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല വിലയാണ്. എന്നാ പറയാനും ശരി, ഇതുകൊണ്ട് നല്ല സൂപ്പർ കറി വെച്ചേക്കാം. അല്ല, അപ്പം നമുക്ക് ഈ മീനൊന്ന് വെട്ടിക്കറി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ഇപ്പോൾ മീനൊക്കെ അതെ നല്ലൊരു വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വലുതായിരുന്നില്ല, അതപ്പോൾ ഇടയ്ക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതേപോലെ ഒരു ജാർ അങ്ങോട്ട് എടുക്കാം. പഴുത്ത് നമുക്ക് 2 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നും ഓരോ രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മടുപ്പുണ്ടാവും. ഇത് ഇച്ചിരി വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു 5 കൊച്ചുള്ളി അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 10-12 വെളുത്തുള്ളി അതുകൂടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇതേപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പം മീൻ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചൊക്കെ ഈ സാധനങ്ങളൊക്കെ ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അടുത്തായിട്ട് വേണ്ട മല്ലിപ്പൊടിയാണ്, അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പം നമ്മളിതേ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ നല്ലപോലെ അരച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ആ മീൻകറി റെഡിയാക്കാനായിട്ട്. അവരോട്ടെ എന്നാ മോളെ, തീർച്ചയായിട്ടും ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ചട്ടിക്കകത്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി അല്ലേ? ടേസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊരല്പം ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവ കൂടണ്ട, ലേശിട്ടാണ്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2-3 വറ്റൽമുളക്, കൂട്ടത്തിൽ ഒരു 5-6 ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഉള്ളി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്കൊരു 2-3 പച്ചമുളക്, എരിവിനാവശ്യമുള്ളത്. നമ്മൾ കുരുമുളകൊക്കെ ഒരല്പം ഇട്ടിട്ടുണ്ട്, എന്നാലും മീൻകറിയല്ലേ, ഒരല്പം എരിവൊക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എരിവ് ചേർക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കും. ഉള്ളിയൊക്കെ ഇട്ടല്ലേ ഒന്ന് വാടി വരട്ടെ. ഇപ്പോഴത്തെ ഇതേപോലെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി കിട്ടും. തേങ്ങ ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരയ്ക്കാതെ തന്നെ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ആ വെള്ളവും അരപ്പും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം മീൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി വേണ്ടത് കുടംപുളി ഉണ്ട്. അപ്പോൾ കുടംപുളിയോ വാളംപുളിയോ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഓരോ സ്ഥലത്തും പുളി തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. വാളംപുളി ചേർക്കുന്നവരുണ്ട്, കുടംപുളി ചേർക്കുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുടംപുളിയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുക്കുക. ഞാനൊരു 3-4 കുടംപുളിയുണ്ട്, അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ കരിയാപ്പല 2ആയിട്ടൊന്ന് മുറിച്ച്, അപ്പോൾ കരിയാപ്പലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇടുകയാണ്, ഒരു ലേശം. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. തക്കാളിയൊക്കെ പച്ചയല്ലേ, തിളയ്ക്കണം നല്ലപോലെ. അപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കണേ. അപ്പം അത് നല്ലപോലെ തിളയായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതേപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ പടയപ്പ കിളി, ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരായിട്ടോ. നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണം, നമുക്കറിയാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് ഈ മീനും കൂടി പരക്കിയിടും. 3 ഉണ്ടായിരുന്നു, 6 കഷ്ണം, ഏകദേശം ഒരു 10-700 ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ.
ഇനി മീനൊക്കെ പറക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പം മീനൊക്കെ പറക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. ഒരു തിള വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ തിളച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉപ്പും പൊടിയും എരിവും ഒക്കെ നോക്കണം. പോരാഴിക്കുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പം അതേ നല്ല കൊതിപ്പിക്കുന്ന മണത്തോട് കൂടിയുള്ള ഒരു തേളയാണ്. നമുക്ക് തുറന്നു നോക്കാം. മീൻകറി ഇങ്ങനെ അങ്ങോട്ട് തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും ഒക്കെ ആയിരിക്കും. നമുക്ക് ഒന്ന് കറക്കി ഇതേപോലെ ഇത് കറക്കിയുണ്ട് തേങ്ങ അരച്ച പോലെ ഇരിക്കുന്നു അല്ലേ ഷംല? ഇത് തിളച്ചതിന് ശേഷം വേണോ എന്ന് പറഞ്ഞില്ലേ നമുക്ക് ഉപ്പും പൊടിയൊക്കെ നോക്കാൻ. ഒന്ന് നോക്കിയിരുന്നു എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കും അല്ല പോരാഴിയില്ല കറക്റ്റായി. കഴിച്ചോ? മീൻകറിക്കെന്ന് പറഞ്ഞാൽ ഉപ്പും എരിവും പുളിയും ഒക്കെ പാകത്തിന് വേണം അല്ലേ? എന്നാലേ ആ മീൻകറി ടേസ്റ്റ് ആയെന്ന് പറയാൻ പറ്റും. കഴിച്ചോ? അല്ല തേങ്ങ ഇല്ലാതെ അല്ലേ ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ക്ലീൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കറക്കി വെക്കാം അല്ലേ? അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി. കിളിമീനല്ലേ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊണ്ട് വെക്കാം. ഇപ്പം നമുക്ക് ഒന്നുകൂടെ അടച്ചു വെക്കാം. 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ. ഷംല കുറച്ച് ദിവസമായി ഞാനെൻ്റെ ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരുമായിരുന്നു. പലരും ചോദിക്കുന്നുണ്ട് ഭാര്യയെ കാണുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. കിളിമീനല്ലേ പെട്ടെന്ന് തന്നെ വേകും അല്ലേ? അടുപ്പങ്ങ് നിർത്താം. അടുപ്പത്ത് ഒന്ന് താഴോട്ട് പോകും. തുറന്ന് നോക്കട്ടെ. വേണ്ട സാധാരണ ഇതേ രീതിയിലൊക്കെ ഒരു കറി റെഡിയാക്കുമ്പോഴത്തേക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചോ അല്ലെങ്കിൽ പച്ചക്ക് അരച്ചൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ കിട്ടത്തുള്ളൂ അല്ലേ? പക്ഷേ തേങ്ങ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നല്ല കറിയായത് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാവുന്നേ. ഈ രീതിയിൽ ഒരേ രീതിയിലൊക്കെ എപ്പോഴും ചെയ്യുന്നില്ല. വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മീൻകറി വെച്ചു. ഓളപ്പറ അടിപൊളി മീൻകറിയാണ്. നമ്മൾ ഈ മീൻ കൊണ്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ അയലയോ നമുക്കിഷ്ടമുള്ള മീൻ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഏത് മീൻ കിട്ടിയാലും ഇതേപോലെ ഒക്കെ ചെയ്തു പോകും. പിന്നെ ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.